ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു കഫ്താൻ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കണമെന്ന്. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു സെയിം ഒരു ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 മീറ്റർ ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിലൊരു 50 ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫാബ്രിക് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫാബ്രിക്കിൻ്റെ ആ ഒരു വീതി വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഒരു 22 ഇഞ്ച് ഇപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് 22 ഇഞ്ച് കിട്ടുന്നുണ്ട്. സ്ലീവ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ 4/1 ഭാഗം, അതായത് ഇപ്പോൾ 40 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് വിചാരിച്ചാൽ, അപ്പോൾ നമുക്ക് അവിടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗമാണ് ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 10 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഈ കഫ്താൻ ടൈപ്പ് ആണെങ്കിലും നല്ല ലൂസായിട്ട് അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര ലൂസ് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് നല്ല ലൂസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസ് വേണ്ടാന്നാണെങ്കിൽ ഇപ്പോൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ എടുത്താൽ മതി. ഇപ്പോൾ 3 ഇഞ്ച് എടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം ഒരു 12 ഇഞ്ച് കൂടുതൽ ലൂസ് വരും. അത്രയും ലൂസ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 3 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് ഇപ്പോൾ മൊത്തം 13 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ഒരു വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്തിട്ടതിൻ്റെ ആ ഒരു ഭാഗം സ്ലീവിൻ്റെ ആ ഒരു കോർണറിലായിട്ട് നമുക്ക് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ നെക്കിൻ്റെ ലൈൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് വരെ ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. ആ ഷോൾഡർ ഒന്ന് സ്ലോപ്പായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ സ്റ്റോപ്പായിപ്പോയി. ഞാൻ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ തന്നെ കട്ടായിക്കണം. അപ്പോൾ ഞാനിതൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്നുകൂടെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം 10 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട്, അതിൽ കൂടി ഒരു 3 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴോട്ട് ആം ഹോളിൻ്റെ ലൈനൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ 11 ഇഞ്ചിലാണ് ആം ഹോളിൻ്റെ ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ 1.5 ഇഞ്ച് വിട്ടിട്ട് താഴോട്ട് സ്ലീവിൻ്റെ റൗണ്ടായിട്ടൊരു 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ 2 ലൈൻസും ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് താഴെ വരെ വരച്ചു കൊടുത്തേക്കാണ്. അത്രയാണ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ഇത്രയും ലൂസ് വേണ്ടെങ്കിൽ ലൂസ് കുറച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ നമ്മൾ ഈ കർവ് ഷേപ്പ് സ്ലീവിൻ്റെ അവിടുന്ന് താഴോട്ട് വരെ കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് നമ്മൾ ചെറിയൊരു സ്ലിറ്റും കൂടി ഈ ഒരു ടോപ്പിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 2.25 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഷർട്ട് കോളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 2.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3 ഇഞ്ചൊക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1 ഇഞ്ചാണ് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആണെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചും എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു യു ഷേപ്പല്ല, ഒരു ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുള്ള പോലത്തെ ആ ഒരു ഷേപ്പിൽ ഫ്രണ്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ആ 1 ഇഞ്ചിലേക്ക് ഇതുപോലെ സ്ലോപ്പ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് ലൈനിൽ നിന്ന് നേരെ വന്നിട്ട് നേരെ പിന്നെ ആ ഒരു 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു സ്ലോപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഈ ഒരു മെഷർമെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നെക്ക് രണ്ടും കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ആദ്യം നമ്മളിപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അതിനുശേഷം സ്ലോപ്പ് ആ 1.5 ഇഞ്ചിൻ്റെ സ്ലോപ്പാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് മാത്രം ആ ഒരു പീസ് മാത്രം പൊക്കി പിടിച്ചിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലൂടെ താഴ്ഭാഗം വരെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മളിതിൻ്റെ ഒരു കട്ടിങ് വരുന്നത്. നമുക്ക് നമ്മുടെ ഷേപ്പിന് മതി വെച്ചാൽ ഇത്രയും വീതി കൊടുക്കണം എന്നില്ല, നമ്മുടെ ജസ്റ്റ് റൗണ്ടും ഇതും കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിനൊരു പീസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2 പീസായിട്ടാണ് ഇരിക്കുന്നത്, ഫ്രണ്ട് പീസും ബാക്ക് പീസും. ഇനി കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് തല കിടക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു ഓപ്പണിങ് എന്തായാലും വേണം. അപ്പോൾ നമ്മളിതിന് ഫ്രണ്ടിൽ ബട്ടൺസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഒരു വി ഷേപ്പ് പോലെ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 11 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തുള്ള ഒരു ക്യാൻവാസാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 2.25 ഇഞ്ച് വീതിയിലുള്ള നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. അതുപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഫ്രണ്ട് ഭാഗത്താണല്ലോ നമ്മൾ ആ വി ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ താഴോട്ട് നമുക്ക് എത്രയാണ് ആ ഒരു ഓപ്പണിങ് വേണ്ടതെന്നുള്ള ആ ഒരു വി കട്ട് വരേണ്ടതെന്നുള്ള ആ ഒരു പോയിൻറ്റും കൂടി മാർക്ക് ചെയ്തു. ഒരു 5.5 ഇഞ്ചാണ് നമ്മൾ അവിടെ നിന്ന് ലെങ്ത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പ്, ഒരു സ്ലോപ്പ് പോലെ വരച്ചെടുക്കുന്നത്, നമുക്ക് ആ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ക്യാൻവാസ് പേപ്പർ നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു സെയിം കളറുള്ള നമ്മൾ ഒരു ലൈനിങ് ക്ലോത്താണ് ശരിക്കും, അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിതിന് ബോട്ടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ പീസിലേക്കായിട്ട് ഇത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫേസിങ് പേപ്പറിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലോത്തിലേക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് ചോക്ക് വെച്ചിട്ടൊന്നും കൂടി നന്നായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണുന്ന തരത്തിലൊന്ന് വരച്ചു. അതിനുശേഷം നമുക്ക് ഈ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഈ ഒരു പേപ്പർ വെച്ചിട്ട് അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ടോപ്പിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ്, അല്ലാതെ നമുക്ക് ഈ ഒരു ക്യാൻവാസിൽ തന്നെ കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പിലൊന്ന് അടിച്ചതിന് ശേഷം കട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഇതുപോലെ ആ സെയിം ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു അളവിൽ തന്നെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വീൻ്റെ പോഷൻ മാത്രം നമ്മൾ അടിച്ചാൽ മതി. മറ്റേ ഭാഗം നമ്മൾ കോളർ വയ്ക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു 5.5 ഇഞ്ച് വരെ ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കാം. ആ ഒരു സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സെൻറ്ററിലൂടെ വെറുതെ ഒരു റഫായിട്ടൊരു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ആ ഒരു വി പോലെ ഉള്ള ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇനിയിപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിലോ സെൻറ്റർ ആവാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ക്ലോത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ഒരു വി ഷേപ്പ് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജാക്കിൻ്റെ A2C എന്ന് പറഞ്ഞിട്ടുള്ള മെഷീൻ വാങ്ങിച്ചു. ഒരു 1 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 മന്ത് 2 മാസം ആവാനായിട്ടുണ്ട്. പിന്നെ ഇപ്പം അതിന് ശേഷം വീഡിയോസിലൊന്നും പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു വി പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഭാഗം നല്ല വൃത്തിക്ക് നിന്നോളും. പിന്നെ നമ്മൾ ആ നെക്കിൻ്റെ ആ ലൈനും കൂടി ജസ്റ്റ് വെറുതെ ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് വെറുതെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആണെങ്കിൽ നമുക്ക് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യുമ്പോഴും ഈ ഒരു പീസ് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള ഒരു പീസ് അവിടെ വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്താൽ അതും കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ നമ്മളിതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഈ ബാക്കിലായിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചാൽ അതിൻ്റെ ആ സൈഡ് ഭാഗം വേണ്ട ഭാഗം വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്ക് കോളറിൻ്റെ ആ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഇനിയിപ്പോൾ ഇതിൽ കാണിക്കാൻ നിന്നാൽ ഒരുപാട് ലെങ്തി ആവും. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം കാണിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ കാണിക്കുമ്പോൾ ഒരു 20 മിനിറ്റിൻ്റെ എബോവ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ആ ഒരു പാട്ട് കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ, താങ്ക് യു.